തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗതയിൽ എത്തിയ കാർ 4 വാഹനങ്ങളിൽ ഇടിച്ചു കയറി യുവതി മരിച്ചു. പാലക്കാട് സ്വദേശി നൌഷികയാണ് മരിച്ചത്. 2 കാറുകളും 2 ബൈക്കുകളും ആണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് കയറിയ കാർ യാത്രികരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗ് കാണിച്ചിരുന്നത്. സാരംഗ്, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? അമിത വേഗത എന്ന് പറയുന്നു. ഒപ്പം എന്തായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയുടെ പശ്ചാത്തലം? ാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നത്. അതായത് കവടിയാർ ഭാഗത്തേക്ക് വരുന്ന വാഹനം നിയന്ത്രണം വിട്ട് വാഹനങ്ങളിലേക്കും ഒപ്പം തന്നെ കാൽനട യാത്രക്കാരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അതിൽ ഒരു ആൾ ഇപ്പോൾ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഒരു BP കുറഞ്ഞത്, അതായത് ശാരീരിക അസ്വസ്ഥത മൂലം പെട്ടെന്ന് നിയന്ത്രണം വിടുകയായിരുന്നു. പക്ഷേ അവസാനം ഇടിച്ച്, അതായത് ഒരു വെള്ളക്കാറിലേക്ക് ഇടിച്ചാണ് വാഹനം നിന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളടക്കം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പല വാഹനങ്ങളും, അതായത് അവസാനം ഇടിച്ച കാറിലേക്ക് ഇടിച്ചിട്ടാണ് ഈ ഒരു അപകടം അവസാനിച്ചത്. അല്ലെങ്കിൽ അത് വീണ്ടും മറ്റ് വാഹനങ്ങളിലേക്ക് ഇടിച്ച് തെറിപ്പിച്ചതിനെ നമ്മുടെ പ്രതികരിച്ച ആൾ തന്നെ പറഞ്ഞിരുന്നു. ഒരുപാട് സമയമെടുത്താണ് ഈ ഒരു സംഭവം, അതായത് ഇവിടെ നിന്നും ഒരു യുവതിയുടെ ബോഡി അടക്കം ഇവിടെ നിന്ന് മാറ്റാനുള്ള സമയം ഒരുപാട് സമയം എടുത്തു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അവിടെ അപ്പം തന്നെ ഉണ്ടായ ട്രാഫിക് ബ്ലോക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭർത്താവിനും, അതായത് ഈ മരണപ്പെട്ട യുവതിയും ഒപ്പം തന്നെ അവരുടെ കൂടെ ഭർത്താവും ഉണ്ടായിരുന്നു. ആ ഭർത്താവിനും ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റുള്ളവരെയും ഇടിച്ചു തെറിപ്പിച്ചു, മറ്റ് വാഹനങ്ങൾക്കും ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് വാഹനം നിയന്ത്രണം വിട്ട് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം ഇവിടെ വാഹനം പെട്ടെന്ന് തന്നെ ഒരു നിയന്ത്രണം പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. നമുക്ക് ദൃക്സാക്ഷി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്നാ ഉണ്ടായെന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞത് തന്നെയാണ്. കാരണം ഒരു ക്രിസ്റ്റ വണ്ടി അദ്ദേഹം കുറവംകുളം ഭാഗത്തുനിന്ന് കവടിയാറിലേക്ക് വരികയാണ്. ആ വണ്ടി ഞാൻ കാണുമ്പോൾ ആ വണ്ടി ഓവർ സ്പീഡിലാണ്. കാരണം ഞാനാണ് ഓപ്പോസിറ്റിൽ നടന്നു പോകുന്നതിൽ മുമ്പിൽ പോകുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോ കൈയെടുത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നിർത്തുമെന്ന് കാണിക്കുന്നത്. പക്ഷേ പുള്ളി അത് കണ്ടില്ല എന്നാണ് ലാസ്റ്റ് ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത്. ആ വണ്ടി അവിടെ നിന്ന് നേരെ ഫുട്പാത്തിലേക്ക് കയറി, റോഡിൽ നിന്ന് ഫുട്പാത്തിൽ കയറുന്നു. എൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് എത്തി. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് വലത്തേക്കൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രേ ദൂരത്തിൽ ആ വണ്ടി എങ്ങനെ കിടക്കുന്നതും എൻ്റെ തൊട്ട് പുറകെ വന്ന ആ പെൺകുട്ടിയും പയ്യനെയും ആദ്യം ഇടിക്കുന്നു. ആ ഇടി തൊട്ട് അതിൻ്റെ പുറകെ വന്ന് അടുത്ത 2 പേരും ഇടിക്കുന്നു. അങ്ങനെ ഇടിച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ സ്ഥലത്ത് ഈ ഓപ്പോസിറ്റ് വന്ന വൈറ്റ് കാറിൽ ഇടിച്ച് നിന്നതുകൊണ്ടാണ് ഈ 8 പേരിലും ഈ 4 വണ്ടിയിലുമൊക്കെ അവസാനിച്ചത്. ഇല്ലെങ്കിൽ ഒരു മാരകമായ അപകടത്തിലേക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും ഓടിച്ച ആൾ എന്തുകൊണ്ടാണ് ഓടിച്ച ആൾ പുള്ളി ഞങ്ങൾ ഇപ്പോൾ അവസാനം സംസാരിക്കും. പുള്ളിക്ക് ഒന്നും അറിയില്ല, പുള്ളിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഷുഗറും ഇല്ല, ഒന്നുമില്ല എന്നല്ല. പിന്നെ പോലീസുകാർ പോകണ്ട, പോലീസുകാർ കയ്യിലാണെന്നല്ല. എന്തായാലും പുള്ളി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ അവസ്ഥ മരണം അല്ലാണ്ട് മറ്റുള്ളതൊക്കെ വളരെ ഗുരുതരമായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോയത്. കൊണ്ടുപോകാൻ ആശുപത്രിയിൽ എത്തിക്കാൻ ലേറ്റായിട്ടുണ്ട്, നല്ലതുപോലെ ലേറ്റായിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ കുറച്ച് രക്ഷപ്പെടേണ്ട സാധ്യതകൾ ഉണ്ടായിരുന്നു. അല്ല, ഇവിടുന്ന് വണ്ടി എടുത്ത് കയറ്റാനും ആംബുലൻസ് വരാനും ഒക്കെ പലരെയും വിളിച്ചു, പക്ഷെ എത്തിയിട്ടില്ല. അതാണ് അവസ്ഥ. അത്തരത്തിലാണ് അഭിലാഷ്. അവിടെ നിന്നും പരിക്കേറ്റവരെ മാറ്റാൻ വലിയ സമയം എടുത്തു എന്ന് 2 ദൃക്സാക്ഷികൾ നമ്മളോടൊപ്പം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു കവടിയാർ ജംഗ്ഷൻ നമുക്കറിയാം, ഇവിടെ നിന്നും വാഹനങ്ങൾ, ഒരു അപകടം നടന്നാൽ പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആംബുലൻസിൽ എത്തിപ്പെടാനും സമയം ഒരുപാട് താമസിച്ചു. മാത്രമല്ല മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളും പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ സമ്മതം അറിയിച്ചില്ല എന്നാണ് ഇപ്പോൾ പ്രതികരിച്ചവർ പലരും പറയുന്നത്. ഒപ്പം തന്നെ യുവതി അടക്കം ഗുരുതരമായി പരിക്കേറ്റിരുന്നെങ്കിലും കുറച്ച് മുൻപേ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇവിടെ പരിക്കേറ്റവരെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചവർ പ്രതികരിച്ചത്. ഒപ്പം തന്നെ വലിയൊരു അപകടം ഈ വാഹനത്തിൽ, ക്രിസ്റ്റ വാഹനം ഈ ഒരു മറ്റൊരു വാഹനത്തിൽ വന്ന് ഇടിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ വലിയ അപകടം തന്നെയാണ്. പക്ഷേ കൂടുതൽ ഈ പരിക്കുകൾ പറ്റാതെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഈ വാഹനത്തിൽ ഇടിച്ച് നിന്നതുകൊണ്ടാണ്. മാത്രമല്ല ആ വാഹനം ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. കാരണം കൂടുതൽ വാഹന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ബ്ലോക്ക് അടക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇവിടെ നിന്നും വാഹനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നു. ഭർത്താവും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർക്കും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം റോഡിലടക്കം ഈ പരിക്കേറ്റവരുടെ രക്തക്കറയടക്കം ഇവിടെ തന്നെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതിനു മുൻപും ജനറൽ ആശുപത്രിയിൽ ഇത്ര സമാനമായ ഒരു അപകടം നടന്നിരുന്നു. എന്തായാലും പരിക്കേറ്റവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അഭിലാഷ്, തിരുവനന്തപുരം കവടിയാറാണ് നിയന്ത്രണം വിട്ട കാർ മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയത്. അങ്ങനെ ഒരു സ്ത്രീ
അടക്കം കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.